പോകുന്നത് ഒരു നെക്ക് പാറ്റേൺ ആണ്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട്. ഞാനതിപ്പം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് ഫുള്ള് മെഷർമെൻ്റ് എടുത്ത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മളിന്ന് ഇതിൽ നെക്ക് പാറ്റേൺ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീനൊക്കെ ഉണ്ടല്ലോ, ആ സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്ത അതേ രീതിയിലല്ല. കുറച്ച് ഫ്രണ്ട് ഇവിടെ കുറച്ച് ഇറങ്ങി വരും, എന്നിട്ട് ഇവിടെ ഉള്ളൊരു പീസ് വെക്കൂലേ, അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്കതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചാണ്. നമുക്ക് ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. ബാക്ക് പീസ് നമുക്ക് കോളർ വരുന്നത് കൊണ്ട് ഒരുപാട് വേണ്ടല്ലോ. അപ്പം 1 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഷോൾഡറും കൂടി നമുക്ക് 1 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ ഒരു സ്ലോപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ചെറുതായിട്ട് വരച്ച് വെച്ചായിരുന്നു, അതാണ് കാണുന്നത്. സോ നമ്മുടെ ബാക്ക് പീസ് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴുത്തിൻ്റെ അകലം എടുത്തത് 1 ഇഞ്ച് ഇറക്കവും 3.25 ഇഞ്ച് അകലമാണ് എടുത്തത്. കുറച്ച് അകലം കിട്ടാൻ വേണ്ടിയിട്ടാണ് 3.25 എടുത്തത്. നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കും ഒരു 3.5 ഇഞ്ച് അകലത്തിൽ വരുമല്ലോ. അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. അതും ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസാണ്. നമുക്കിനി അത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. സോ ഇത് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 3.25 ഇഞ്ച് അകലം ഇതിലാദ്യം മാർക്ക് ചെയ്യാം. ഇഞ്ച് അകലം മാർക്ക് ചെയ്തു. അടുത്ത് നമുക്കൊരു 9.5 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 9.5 ഇഞ്ചാണ് മുകളിൽ നിന്ന് തുടങ്ങി. ഒരു 9.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഈ 9.5 ഇഞ്ചിൽ തന്നെ നമുക്ക് ഒരു 1 ഇഞ്ച് അകലം വിടാം. 1 ഇഞ്ച് അകലം ഇങ്ങനെ മാർക്ക് ചെയ്യാം. 9.5 ഇഞ്ച് തന്നെ 1 ഇഞ്ച് അകലം മാർക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ അവിടെ നിന്ന് താഴെ നമ്മൾ ആ മാർക്ക് ചെയ്തതിലേക്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് കണ്ടില്ലേ, താഴെ ഞാനിത് മാർക്ക് ചെയ്ത ഇതിലേക്ക് നമുക്കിങ്ങനെ വരച്ച് യോജിപ്പിക്കാം. അപ്പോൾ നിവർത്തി കഴിയുമ്പം ഈ ഒരു രീതിയിലായിരിക്കും ഇതുണ്ടായിരിക്കുക. ഇവിടത്തിന് ഇപ്പോൾ ഒരു 2 ഇഞ്ച് അകലം ഉണ്ടായിരിക്കും. നമ്മൾ 1 ഇഞ്ചാണല്ലോ കട്ട് ചെയ്തത്, അപ്പം 2 ഇഞ്ച് വരും. അപ്പം 1 ഇഞ്ചുള്ള സ്ഥലത്താണ് നമ്മൾ എടുക്കുന്നത് മറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം 2 ഭാഗത്തു നിന്നും 2 ഇഞ്ചാകുമ്പം കറക്റ്റ് ആകുമല്ലോ. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ നമ്മൾ സ്ലോപ്പ് വരച്ച് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യിക്കാം. രണ്ടിൻ്റെയും നല്ല വശവും ചേർത്ത് വെച്ച് ഇവിടെ കറക്റ്റ് ആയിരിക്കണം. സോ ഇനി നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേപ്പ് ഉപയോഗിച്ചിട്ട് എത്ര മെഷർമെൻറ്റ് നമുക്ക് കോളർ എത്ര വേണം എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. അപ്പം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ ടേപ്പ് ഉപയോഗിച്ച് വെച്ച് കഴുത്തിന് ചുറ്റും ഇതുപോലെ ടേപ്പ് കൊണ്ടുപോയിട്ട് മെഷർമെൻറ്റ് എടുക്കണം. സോ ലാസ്റ്റ് വരെ വേണ്ടത് 27 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുക കയ്യിൽ നിന്ന്. അപ്പം 30 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ 30 ഇഞ്ച് നീളത്തിൽ ഒരു തുണിയും നമ്മൾ സ്ട്രൈറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ക്യാൻവാസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് പേസ്റ്റ് ചെയ്ത് പിടിക്കാം. സോ ഇപ്പോൾ ഞാനിത് ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, കാണുമല്ലോ അറിയില്ല. ഇത് പേപ്പർ ക്യാൻവാസ് ആണ്, കട്ടിയുള്ള ക്യാൻവാസ് അല്ല. ഇതിപ്പോൾ തയ്ക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ മറ്റേ ക്യാൻവാസ് ആകുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും നല്ല കട്ടിക്ക് നിൽക്കും. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പം ഇത് പോകും. പക്ഷേ ഇപ്പോഴത്തെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഞാനിതാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ഇതും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരേ ഒപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസും തുണിയും ഒരേ നീളത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇത്രയും വേണ്ട. അപ്പോൾ ഞാൻ ആദ്യം അവസാനം പണി പോകരുതല്ലോ. അപ്പം എന്തുകൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ നീളം കൂട്ടിയിട്ടായിരിക്കും ആദ്യം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാം, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കറക്റ്റ് അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് അളവിലേക്ക് മാറ്റാറാണ് പതിവ്. സോ ഇപ്പോൾ 2 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 ഇഞ്ച് മതി. 1 ഇഞ്ചാണ് വേണ്ടത്. ഒരു 1.5 ഇഞ്ച് നമുക്ക് എടുക്കാം. തയ്യൽ തുമ്പ് അടക്കം
1.5 ഇഞ്ച് വേണമെന്നില്ല, ഒരു 1.25 ഇഞ്ചാണെങ്കിലും മതി. അതിനനുസരിച്ച് തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വണ്ണം. അപ്പം ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് മുഴുവൻ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പം ഇനി ഇതെങ്ങനെ പിടിപ്പിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു പോർഷനിൽ ചെറിയ 2 കട്ടിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് മറിഞ്ഞു വരുള്ളൂ. ഈ കോണായിട്ട് തന്നെ ചെറിയൊരു കട്ട്, രണ്ടും ഒരുപോലെ ആയിരിക്കണം. അപ്പം അടിച്ച് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ചെറിയ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മളിതിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ, അത് നമ്മൾ ഇവിടെ കറക്റ്റ് ഇവിടെ കുറച്ച് ഇറക്കി വെക്കാം. നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിലൂടെ വെച്ച് ഇങ്ങനെ മൊത്തം ഇതിലൂടെ പോയി ഇങ്ങനെ വളച്ചടിച്ചടിച്ച് ലാസ്റ്റ് ഇവിടെ എത്തിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും ഇത്രയും തയ്യൽ തുമ്പുണ്ടാകും. അപ്പം ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ അടിച്ചെടുക്കാം നമുക്ക്. ഒന്ന് അടിച്ചെടുക്കാം. മതിയാ അടിക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് ഉള്ളിലേക്ക് മടക്കി വെക്കുക. അതിന് ശേഷം അതിന് ചുറ്റും ഒരു പച്ചടക്കം കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. സംഭവം നമ്മളിതെല്ലാം അടിച്ചെടുത്തു. ഇനി നമുക്കൊരു പീസ് വെക്കണമല്ലോ, അതിനുള്ള നോക്കാം. അപ്പം 6 ഇഞ്ച് അകലത്തിൽ 6 ഇഞ്ച് ഇറക്കത്തിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുവാണ്. സോ 2 ഭാഗത്തും 6 ഇഞ്ച് ഇറക്കം. ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ നോക്കുന്നത്. സോ നമ്മൾ 6 ഇഞ്ച് അകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് അടിപ്പ് വരേണ്ടത്. താഴേക്ക് 3 ഇഞ്ച് 2 ഭാഗത്തും അപ്പോൾ കറക്റ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ നമുക്കിനി ഇതുപോലൊരു പീസ് എടുക്കാം. ഞാനിതിപ്പം ഒരു പീസ് എടുത്തിട്ട് നടുവേ ഫോൾഡ് ചെയ്തതാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് ഇങ്ങനെ അടിച്ച് കൊടുക്കാം കേട്ടോ. 3 സൈഡും ഇതുപോലെ അടിച്ച് കൊടുക്കുക. താഴ്ഭാഗം മുകൾ ഭാഗം അങ്ങനെ വേണ്ട, അതൊരു ഫോൾഡഡ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ്. എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കുവാണ്. ഉള്ളിലോട്ട് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തോളം വരെ കറക്റ്റ് മതി കേട്ടോ. അപ്പോൾ കറക്റ്റിന് ഇതാ അപ്പോൾ അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലൂടെ ഈ സൈഡ് നമ്മൾ നേരത്തെ അടിച്ചില്ലേ, അതിലൂടെ തന്നെ ആ അടിപ്പിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്നും കൂടെ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുറത്തേക്ക് വേറെ എക്സ്ട്രാ അടിപ്പ് കാണില്ല, വൃത്തിയായിട്ട് ഇരിക്കുകയില്ല. അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഫുള്ളും റെഡിയായി.